ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആൾക്കാർ ജയിലിലാണ്. ഇനിയും പലരിലേക്കും അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശ്രീകോവിലിന്റെ മുൻപിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും പീഠവും കട്ടളയും അയ്യപ്പന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷമാലയും ഇതിൽ ഇരിക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തെ ഒന്നും അപലപിക്കാതെ, അല്ലെ ആ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ, ആരോ എഴുതിയ ഒരു പാരടി, ആ പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം കടന്നു പോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ അതിനെ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതെന്തും ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിന്റെ ഇന്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ? ആണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന സംഭവത്തെയൊക്കെ അപലപിക്കണ്ടേ? 2 ദിവസം കൂടി മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, തിരുവാഭരണം കമ്മീഷണർ ജയിലിൽ കിടക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിൽ കിടക്കുക. അപ്പൊ അതിനെ ഒന്നും അപലപിക്കാതെ, അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ, പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയ, സ്വർണ്ണപ്പാളി മാറ്റിയ, ശാസ്താവിന്ദനം ഊറ്റിയെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ട് അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അതാണോ അപരാധം? അത് സ്വർണം മോഷിച്ചതാണോ അപരാധം? അപ്പോൾ ഇത് വളരെ ഇന്റൻഷനലായിട്ട് ബോധപൂർവം ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്.